പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ ഉയർത്തിയ 265 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നിരിക്കുന്നു. 4 വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. വിരാട് കോഹ്ലി ഇത്തവണയും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു നിർണായക മത്സരത്തിൽ കൂടി മുന്നിൽ നിന്ന് നയിച്ചിരിക്കുന്നു വിരാട് കോഹ്ലി. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഒരു മധുര പ്രതികാരം കൂടിയാണ്. ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ ഏറ്റ പരാജയത്തിന് പകരം വീട്ടിയിരിക്കുന്നു ഇന്ത്യ എന്ന് കൂടി പറയാം. എൽദോ പോൾ പുതുശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. എൽദോ, ഒന്ന് മധുര പ്രതികാരം, മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തുന്നു എന്ന സന്തോഷം, അതിനോടൊപ്പം കോഹ്ലി മുന്നിൽ നിന്ന് നയിച്ച മറ്റൊരു വിജയം കൂടി. ഉറപ്പായിട്ടും രേണുക, ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. 4 വിക്കറ്റിനാണ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലെത്തിയത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ജയം അതൊരു മധുര പ്രതികാരമാണ്. നമുക്കറിയാം, അഹമ്മദാബാദിൽ ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ ലോകകപ്പിന്റെ ഫൈനലിൽ പരാജയത്തിന്റെ കൈ പറഞ്ഞത് ഈ ഓസ്ട്രേലിയൻ സംഘത്തിനെതിരെയാണ്. അതേ ഓസ്ട്രേലിയൻ സംഘത്തെ ഇപ്പോൾ 4 വിക്കറ്റിന് തകർത്ത് മനോഹരമായിട്ടുള്ള ജയം സ്വന്തമാക്കി ഇന്ത്യ 5ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ എത്തിയിരിക്കുന്നു. ഇന്ത്യ ഇതുവരെ 2 തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായിട്ടുണ്ട്. 2 തവണ ഫൈനലിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ മത്സരത്തിൽ കൃത്യമായും ഇന്ത്യയുടെ വിരാട് കോഹ്ലിയുടെ പ്രകടനം ശ്രദ്ധേയമാണ്. 84 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. 98 പന്തിൽ 84 റൺസ് ആയത്. 5 4-ഉം ഉൾപ്പെടുന്ന ഇന്നിംഗ്സ് ആയിരുന്നു അത്. ഒപ്പം ശ്രേയസ് അയ്യരുടെ 45 റൺസും അതിൽ ശ്രദ്ധേയമായി. ഇനി മറ്റൊന്ന്, KL രാഹുൽ 42 റൺസ് എടുത്ത് പുറത്താകാൻ നിന്നു. പക്ഷേ മത്സരം ഒരുപക്ഷെ ടൈറ്റായി വന്ന ഒരു സമയത്ത് ഏറ്റവും ഒടുവിൽ അവസാന ഘട്ടങ്ങളിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ആക്രമണാത്മക ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് ജയം അനായാസമാക്കിയത്. ഒരുപക്ഷെ മത്സരം അല്പം ടൈറ്റ് ആകുമോ എന്നുള്ള ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ആദം സാംബയുടെ ഓവറിൽ തീർത്ത 2 സിക്സറുകളാണ് മത്സരത്തെ ഇത്രയും അനായാസമായി, അതായത് 48.1 ഓവറിൽ ഏതാണ്ട് ഓരോ ഓവറും 5 പന്തും ശേഷിക്കെ ഇന്ത്യ അത്തരത്തിലൊരു ജയം സ്വന്തമാക്കിയത് ഹാർദിക് പാണ്ഡ്യയുടെ 2 സിക്സറുകളാണ്. എന്തായാലും പരാജയത്തിൽ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ പഴിക്കുക വിരാട് കോഹ്ലിക്ക് നൽകിയ അവസരങ്ങളായിരിക്കും. വിരാട് കോഹ്ലി 98 പന്തിലാണ് 86 റൺസ് എടുത്തത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 28 റൺസ് എടുത്തു. ശുഭമാൻ ഗിൽ 8 റൺസ് എടുത്ത് പുറത്തായെങ്കിൽ പോലും ബാക്കിയുള്ള ഇന്ത്യൻ ബാറ്റർമാർ എല്ലാവരും തന്നെ 2 അക്കം കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഹിത് ശർമ്മ 28, വിരാട് കോഹ്ലി 84, ശ്രേയസ് അയ്യർ 45, അക്സർ പട്ടേൽ 27 എന്നിങ്ങനെയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ 28-ഉം KL രാഹുലിന്റെ 42-ഉം. ഏറ്റവും ഒടുവിൽ രവീന്ദ്ര ജഡേജയായിരുന്നു KL രാഹുലിനൊപ്പം ക്രീസിലുണ്ടായിരുന്നത്. എന്നാലും മനോഹരമായിട്ടുള്ള ജയം. എൽദോ, ഇന്ന് പക്ഷെ കാര്യങ്ങളൊന്നും അത്ര ശുഭകരമായിരുന്നില്ല. ആദ്യം തന്നെ ടോസ് നഷ്ടപ്പെടുന്നു. അതിനുശേഷം മാന്യമായ ഒരു സ്കോറിലേക്ക് ഓസ്ട്രേലിയ എത്തുന്നു. ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയപ്പോഴാകട്ടെ ആദ്യം തന്നെ ഗില്ലിനെ നഷ്ടമാകുന്നു. അങ്ങനെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു സാധ്യതയൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും വിജയത്തിലേക്ക് എത്തുന്നു. അതൊരു അഭിമാനപൂർണമായ ഒരു ജയം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നിലയിലേക്ക് എത്തുന്നു. ആ ഒരു പോക്ക് എങ്ങനെയായിരുന്നു? ടീമിൽ യാതൊരു മാറ്റവും വരുത്താതെയാണ് ഇന്ന് ഇന്ത്യ ഇറങ്ങിയത്. തീരുമാനങ്ങളെല്ലാം കൃത്യമായിരുന്നു. ഇന്ത്യയുടെ ജയം ആധികാരികമാണ്. പ്രത്യേകിച്ചും ടോസ് നഷ്ടമായെങ്കിൽ പോലും ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 266 റൺസ് എടുത്ത ഓസ്ട്രേലിയനെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 49.3 ഓവറിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. മുഹമ്മദ് ഷമിയുടെ 3 വിക്കറ്റ്, വരുൺ ചക്രവർത്തിയുടെ 2, രവീന്ദ്ര ജഡേജയുടെ 2, ഒപ്പം ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റ് വീതം. അതായത് പന്തെറിയാനെത്തിയ ഇന്ത്യയുടെ എല്ലാ ബോളർമാരും വിക്കറ്റ് വീഴ്ത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന് വിശേഷിപ്പിക്കാം ഈ ജയത്തെ. വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ് ഏറ്റവും ശ്രദ്ധേയമായി എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു ഓൾറൗണ്ട് മികവ് അതിലുണ്ട്. എൽദോ, ഇപ്പോൾ നമുക്കൊപ്പം ഡോക്ടർ അജിത് കുമാർ ചേരുകയാണ്.